ഗുരുദേവൻ്റെ ശരീര കാലഘട്ടത്തിൽ തന്നെ തിരുവനന്തപുരം കേന്ദ്രമാക്കി സഭയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. ഈ തിരുവനന്തപുരം പട്ടണത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അന്ന് ഈ PRDSൻ്റെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. ഇത് പലയിടത്തും ആയിട്ട് പല സ്ഥലങ്ങളിലായിട്ടാണ് നടന്നത്. അന്ന് അറിയപ്പെട്ടിരുന്നത് തിരുവനന്തപുരം സിറ്റി യൂണിയൻ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. പിൽക്കാലത്താണ് അത് നമ്മുടെ ഈ ശാഖ എന്നുള്ള തലത്തിൽ എത്തിച്ചേർന്നത്. അത് 1960 ഈ സിറ്റിയിൽ ഇവിടെ നമ്മുടെ തൊട്ടിക്കടമുക്ക്, ഇപ്പോൾ ബേക്കറി ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്താണ് അവസാനമായിട്ട് ഓഫീസ് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് അമ്മച്ചി അവിടെ നിന്ന് സ്ഥലം മാറണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ സ്ഥലം വന്ന് കണ്ടു. നമ്മുടെ പൊങ്ങുമൂടുള്ള രാഘവൻ ഉപദേഷ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ ഹാരിസ് അച്ചായൻ എന്ന് പറഞ്ഞ ഹാരിസ് സെക്രട്ടറിയും കൂടെ ചേർന്നാണ് ഈ സ്ഥലം കണ്ടുപിടിച്ച് അമ്മച്ചി ഇവിടെ കൊണ്ടുവന്ന് കാണിച്ച് ഈ സ്ഥലം താമസിക്കാൻ യോഗ്യതയുള്ളതാണെന്ന് നോക്കാൻ വേണ്ടി അമ്മച്ചി വന്നു. അമ്മച്ചി ഈ സ്ഥലമെല്ലാം കണ്ട് അതിന് ശേഷം ഇവിടെ ഒരു കിണറുണ്ടായിരുന്നു. ആ കിണർ തന്നെയാണ് അത്. അതന്ന് കൈവരി, മണ്ണുകൊണ്ടുള്ള കൈവരിയുള്ളൊരു കിണറായിരുന്നു. അമ്മച്ചി ഇതെല്ലാം കണ്ടിട്ട് ആ കിണറിൽ വന്ന് നോക്കിയിട്ട് അതിൻ്റെ വെള്ളം കണ്ടിട്ട് പറഞ്ഞു, ഇത് കനാൻ ദേശമാണ്, ഇത് നമുക്ക് വിടാൻ പാടില്ല എന്ന് അന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ അതിനുശേഷം അമ്മച്ചി ഈ മുറി, ഈ ചാർത്തുമുറി, ഇതാണ് ഫോട്ടോ പ്രതിഷ്ഠിച്ച് ആരാധന നടത്തി ദീപം തെളിയിച്ച് അമ്മച്ചി ആദ്യമായിട്ട് ആരാധന തുടങ്ങിയ സ്ഥലമാണ്. തിരുവനന്തപുരം ശാഖയുടെ, പാളയം ശാഖയുടെ ആദ്യത്തെ പ്രവർത്തനം 1960 ഇവിടെ വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ കെട്ടിടം ഒരു ഓല കെട്ടിയ ഷട്ടറാണ്. ചുവരുകളെല്ലാം മൺചുവരുകളായിരുന്നു. തറ വരെ മൺചുവരായിരുന്നു. അത് പിന്നീട് കാലക്രമം കൊണ്ടാണ് ഇതെല്ലാം കെട്ടി ഈ രണ്ട് നിലയും ഉണ്ടായിരുന്നെന്ന് ദൈവമാതാവ് പറഞ്ഞത്. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ദൈവങ്ങൾ വന്ന് താമസിക്കുന്ന സ്ഥലമായിട്ടത് മാറും. അതുകൊണ്ട് നിങ്ങളതിനെക്കൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. അമ്മച്ചി ഇവിടെ വന്ന് എല്ലാ മാസത്തിൻ്റെ, ഇംഗ്ലീഷ് മാസത്തിൻ്റെ 1-ാം തീയതി തെക്കൻ മേഖലയിലുള്ള ഉപദേഷ്ടാ സെക്രട്ടറിമാരുടെ യോഗം സംഘടിപ്പിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അതുമാത്രമല്ല, ദൈവികമായ ശബ്ദം, ഗുരുദേവൻ്റെ ശബ്ദം, പ്രഭാഷണം എല്ലാ മാസവും ഇവിടെ നിന്നുണ്ടാകുമായിരുന്നു. അത്ര ഒരു പരിപാവനമായ ഒരു സ്ഥലമാണ് ഇതെന്നുള്ളതാണ്.